നമസ്കാരം. ഡൽഹിയിലെത്തി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുമായും രാഹുൽ ഗാന്ധിയുമായും പ്രത്യേക ചർച്ചകൾ നടത്തിയതോടെ രമേശ് ചെന്നിത്തല ശുഭപ്രതീക്ഷയിൽ. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ചെന്നിത്തലയെ തന്നെ പരിഗണിച്ചേക്കും എന്ന സൂചനകളാണ് അദ്ദേഹത്തിന് ലഭിച്ചതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ സീനിയോറിറ്റി പരിഗണിക്കണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി എടുത്ത നിലപാടും ചെന്നിത്തലയ്ക്ക് തന്നെയാണ് അനുകൂലമാകുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന് നിലവിൽ സാധ്യത കുറവാണ്. MLA അല്ലാത്തതും 2 ഉപതെരഞ്ഞെടുപ്പുകൾ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും വേണ്ടിവരും എന്നതും KCക്ക് തിരിച്ചടിയാണ്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതൃത്വം നൽകിയ ആളെന്ന നിലയിലും സതീഷിന് മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹതയുണ്ടെങ്കിലും സതീഷിനെ ധനമന്ത്രിയാക്കാനാണ് സാധ്യത കൂടുതൽ. കോൺഗ്രസിലെ സീനിയോറിറ്റിയും UDF മന്ത്രിസഭകളിലെ ഭരണപരിചയവും ദേശീയ തലത്തിലെ പ്രതിച്ഛായയും നിലവിൽ ചെന്നിത്തലയ്ക്ക് അനുകൂലമാണ്. ഇതാണ് ചെന്നിത്തലയിലേക്ക് തന്നെ അവസരമൊരുങ്ങാൻ കാരണം. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിട്ട് 3 നേതാക്കളുമായി ബന്ധപ്പെട്ടവർ ശക്തമായ കരുനീക്കം നടത്തുന്നുണ്ട്. പലർക്കും സീറ്റ് നൽകിയതിൽ വേണുഗോപാലിന് പങ്കുള്ളതിനാൽ നിയമസഭാ കക്ഷിയിൽ ഭൂരിപക്ഷവും പിന്താങ്ങും എന്ന കണക്കുകൂട്ടലിലാണ് KC ഗ്രൂപ്പ്. അതേസമയം 25ഓളം MLA മാർ രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണ നൽകുന്നതായാണ് പുറത്തുവന്ന വിവരം. MLA മാരുടെ പിന്തുണയും ഘടക കക്ഷികൾ ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണയും സതീഷിനും ഉറപ്പാക്കുന്നുമുണ്ട്. 3 പേർക്ക് വേണ്ടിയും വിവിധയിടങ്ങളിൽ ഫ്ലക്സുകളും ബാനറുകളും ഉയർന്നിട്ടുമുണ്ട്. അതേസമയം AICC നിരീക്ഷകർ കേരളത്തിലെത്തിയിട്ടുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാവായ മുകുൾ വാസ്നിക്, അജയ് മാക്കൻ എന്നിവരാണ് തിരുവനന്തപുരത്തുള്ളത്. KPCC ആസ്ഥാനത്ത് നടക്കുന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിലും ഇവർ പങ്കെടുക്കും. കോൺഗ്രസ് MLA മാരെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കണ്ടാണ് ഇവർ അഭിപ്രായം തേടുന്നത്. AK ആന്റണി അടക്കമുള്ള മുതിർന്ന നേതാക്കളുമായും ഇവർ ആശയവിനിമയം നടത്തും. ഘടകകക്ഷി നേതാക്കളെയും കണ്ട് അഭിപ്രായം ആരായുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഹൈക്കമാൻഡിന് റിപ്പോർട്ട് നൽകുക. അതേസമയം രമേശ് ചെന്നിത്തലയും VD സതീശനും KC വേണുഗോപാലുമായും ഹൈക്കമാൻഡ് നേരിട്ട് ചർച്ച നടത്തും. നിരീക്ഷകരുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷമാക്കും ആരാണ് മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ഹൈക്കമാൻഡ് തലത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുക.